സാധാരണ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമൊക്കെയാണ് റോഡ് ടാറിംഗ് പണിയൊക്കെ പൂർത്തിയാവുന്നത്. നേരത്തെ വർക്കുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. 29 റോഡുകൾ ഉണ്ടായിരുന്നതിൽ ഒരു 15 റോഡുകളുടെ തന്നെ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമസ്കാരം. കഴിഞ്ഞ വർഷം ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലെ നിരവധി റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഭരണസമിതി BJPയുടെ ഭരണസമിതി ഏറിയതിന് ശേഷം നിലവിലിപ്പോൾ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് മുൻപേ തന്നെ തലസ്ഥാനത്തുള്ള റോഡുകളെല്ലാം തന്നെ തകൃതിയായി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടാറിംഗ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊഞ്ചിറവിള ദേവീക്ഷേത്ര പരിസരത്താണ്. അവിടെ ഇപ്പോൾ ടാറിംഗ് പുരോഗമിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം മേയർ VV രാജേഷ് നിലവിലിപ്പോൾ ഈ റോഡ് പണി സന്ദർശിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, മാർച്ച് 3-ാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ആദ്യ ദിനങ്ങളിൽ തന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുമായിക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ തവണ പലതരത്തിലുള്ള യോഗങ്ങൾ ചേർന്നിരുന്നു. അന്ന് തന്നെ പറഞ്ഞിരുന്നു, സാധാരണ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമൊക്കെയാണ് റോഡ് ടാറിംഗ് പണിയൊക്കെ പൂർത്തിയാവുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ പൊങ്കാല കഴിഞ്ഞിട്ടുമൊക്കെ നടത്തേണ്ടി വന്നു. നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും മഴയൊക്കെ വന്ന് കാലതാമസം വന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. നേരത്തെ വർക്കുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, മഴയൊക്കെ വരണമെങ്കിൽ ഒരു ദിവസം നിർത്തിവെക്കാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം, ഏകദേശം സമയബന്ധിതമായി തന്നെ റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ പൂർത്തിയാക്കി. 29 റോഡുകൾ ഉണ്ടായിരുന്നതിൽ ഒരു 15 റോഡുകളുടെ തന്നെ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ മിനുക്കുപണികൾ മാത്രമാണുള്ളത്. ഒരു 2-3 ദിവസങ്ങൾക്കകം തന്നെ മുഴുവൻ റോഡുകളുടെയും പണി പൂർത്തിയാക്കാൻ സാധിക്കും. ഇപ്പോൾ പൂർത്തിയായ ഈ കൊഞ്ചിറവിള പ്രദേശത്തെ ആറ്റുകാൽ വാർഡിലെ റോഡ് കാണാനാണ് ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, ഞങ്ങളെ കൂടെ വന്നത്. അത് വിലയിരുത്തി ഉദ്യോഗസ്ഥരുണ്ട്, സൂപ്രണ്ട് എഞ്ചിനീയറില്ലേ, SC ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇതിന് ശേഷം ഞങ്ങൾ മറ്റ് പണി നടക്കുന്ന റോഡുകൾ പോയി കാണും. എന്നാലും മരാമത്ത് പണികളൊക്കെ തന്നെ സമയബന്ധിതമായി എന്തായാലും 15-ാം തീയതിക്ക് മുമ്പ് പണി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 20-ാം തീയതിക്ക് അപ്പുറം പോകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാം കൃത്യമായിട്ട് കാത്തുസൂക്ഷിച്ച് പോകുന്നുണ്ട്. അത് മാധ്യമങ്ങളൊന്ന് അറിയിക്കുകയാണ്. ഇതിൽ ആക്ച്വലി സീവേജ് പ്രശ്നവും കുടിവെള്ള പ്രശ്നവും കോർപ്പറേഷൻ്റെ റോഡുകൾ കട്ട് ചെയ്യുന്ന അതിൽ പെർമിഷൻ കൊടുക്കുന്ന, അല്ലാതെ കോർപ്പറേഷന് അതിൽ പ്രത്യേകിച്ച് ചെയ്യാവുന്ന ഇടപെടാനില്ല. നമ്മുടെ റോഡുകളിൽ കൊടുക്കുന്നതിൻ്റെ ചില ഡെപ്പോസിറ്റ് വർക്കുകളുണ്ട്, ഡെപ്പോസിറ്റുകൾ, അതെല്ലാം കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിക്ക് 1 രൂപ പോലും അടയ്ക്കാനില്ല. ഇനി കൂടുതൽ കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ SC ആയിട്ട് സംസാരിച്ചതിന് ശേഷം പറയാം. കുടിവെള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ടുള്ള ഇടപെടൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അക്കാര്യങ്ങൾ ഞങ്ങൾ ഒഫീഷ്യലി ചർച്ച ചെയ്തതിന് ശേഷം വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയാം. അത് പറഞ്ഞു. അത് നേരത്തെ കോർപ്പറേഷൻ എല്ലാ വർഷവും ചെയ്തു വരുന്നുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അത് പാലിച്ച് തന്നെ പോകണം. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യ വിഭാഗം ആലോചിച്ചിട്ട് പറയും. അന്നദാനം കൊടുക്കുന്ന എല്ലാവരും തന്നെ കോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കണം. അവരുടെ ഡീറ്റെയിൽസ് കോർപ്പറേഷൻ വേണം. പിന്നെ നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോൾ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കണം. ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ തിങ്കളാഴ്ചത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം A to Z കാര്യങ്ങളൊന്ന് പറയാം. എന്തായാലും ആറ്റുകാൽ പൊങ്കാല തുടങ്ങുന്നതിന് മുൻപേ, മഹോത്സവം തുടങ്ങുന്നതിന് മുൻപേ തന്നെ 10-ലധികം റോഡുകളുടെ പണി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മേയർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.